ഈയിടെ മരണപ്പെട്ട സഖാവ് DR പിഷാരടിയെക്കുറിച്ചാണ് അല്പം വൈകിയ ഈ അനുസ്മരണം. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു മുൻകാല മാർക്സിസ്റ്റ് നേതാവാണ് സഖാവ് DR പിഷാരടി. അദ്ദേഹത്തിൻ്റെ പേര് ഈ പരിപാടി കാണുന്നവരിൽ എത്ര പേർ കേട്ടിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. വളരെ കുറച്ച് പേര് മാത്രമേ കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ. ഇദ്ദേഹം അങ്ങനെ അഖില കേരള അടിസ്ഥാനത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അറിയപ്പെടുന്ന വലിയ ഒരു നേതാവൊന്നും വരുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ. 1950കളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ പ്രചോദിതനായി അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. അദ്ദേഹം അങ്കമാലിക്കടുത്ത് നായത്തോട് സ്വദേശിയായിരുന്നു. കാലടി ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ചെങ്കൊടി ഏന്തിയ കുറേ ആളുകൾ ഒരു ജാഥ നയിച്ചുകൊണ്ട് പോകുന്നത് പുള്ളി കണ്ടത്. ആ ജാഥ നയിച്ചിരുന്ന AP കുര്യനും മറ്റുമൊക്കെയായിരുന്നു. അങ്കമാലിയിലെ ഏറ്റവും പ്രസിദ്ധനായ ആ CPM നേതാവും MLAയും പിൽക്കാലത്ത് കേരള നിയമസഭയുടെ സ്പീക്കറുമായി തീർന്ന ആളാണ് AP കുര്യൻ. അങ്ങനെ കുര്യൻ്റെ വ്യക്തിപരമായ ഒരു ആകർഷണ വലയത്തിൽ ഇദ്ദേഹം പെടുകയും പിന്നീട് EMS AKG സഖാവ് ബാലാനന്ദൻ ഇവരുടെയൊക്കെ വലിയ അടുപ്പക്കാരനായി തീരുകയും ചെയ്തു. 1964 പാർട്ടി പിളർന്നപ്പോൾ പിഷാരടി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് ഭാഗത്ത് നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. രാവിലെ പുളിയറത്ത് പോയിട്ട് പിളർപ്പിനെ എതിർക്കുകയും ഈ പിളർപ്പന്മാരെ അതിശക്തമായി അപലപിക്കുകയും ചെയ്ത സഖാവ് AP കുര്യൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അങ്കമാലിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് സഖാവ് AKG അദ്ദേഹത്തെ വട്ടം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുര്യ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നീ മറ്റവരുടെ കൂടെ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ AKGയോട് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ താല്പര്യമുള്ള ആളായിരുന്നു സഖാവ് AP കുര്യൻ. അങ്ങനെ ആ നട്ടുച്ച സമയത്ത് അദ്ദേഹം ഈ വിമതന്മാരുടെ കൂടെ, അതായത് CPMൻ്റെ കൂടെ, വൈകുന്നേരം അദ്ദേഹം കാലടിയിൽ പോയി ഈ പിളർപ്പിനെ ന്യായീകരിച്ചുകൊണ്ടും ഔദ്യോഗിക പക്ഷത്തെ അപലപിച്ചുകൊണ്ടും ഒരു പ്രസംഗം നടത്തി എന്നുള്ളതാണ് ചരിത്രം. ഇത് DR തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് CPM ഭാഗത്തേക്ക് പോയത്. വളരെ വലിയ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു പിഷാരടി. അക്കാലത്ത് അങ്കമാലിയിൽ ഇദ്ദേഹത്തെ ഒരു കടയുടെ തിണ്ണയിൽ പോലും കയറി വയ്ക്കാൻ കച്ചവടക്കാർ സമ്മതിക്കുമായിരുന്നില്ല. കാരണം അവിടെ കയറി നിന്നാൽ വല്ല മഴയത്ത് പോലും കയറി വയ്ക്കാൻ സമ്മതിക്കില്ല. കാരണം കയറി നിന്നാൽ അവിടെ വെച്ച് ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പുള്ളി ഒരു യൂണിയൻ ഉണ്ടായിക്കളയും. അങ്ങനത്തെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. CITUവിൻ്റെ ദേശീയ കൗൺസിൽ വരെ എത്തിയ ആളാണ്. CPMൻ്റെ കാഞ്ഞൂർ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, അങ്കമാലി ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. പുള്ളി വലിയ സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ല. നിസ്വാർത്ഥ പാർട്ടി പ്രവർത്തകനായിരുന്നു. ഒരു തവണ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലേക്ക് പുള്ളി മത്സരിച്ച് ജയിച്ചു. അത് വലിയ കഥയാണ്. 1980 അങ്കമാലി മുനിസിപ്പാലിറ്റി ആയ വർഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ DR പിഷാരടി ജയിച്ചു. അദ്ദേഹം CPMൻ്റെ പാർട്ടി ലെജിസ്ലേച്ചർ കമ്മിറ്റി ലീഡറായി, പാർട്ടി ലീഡർ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ LDFന് കഷ്ടിച്ച ഭൂരിപക്ഷമുണ്ട്. എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷമൊന്നുമില്ല. ഘടകകക്ഷികളെ കൂടി മാനിച്ച് മാത്രമേ അവിടെ ചെയർമാനെ വൈസ് ചെയർമാനൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന പേര് DR പിഷാരടിയാണ്. അങ്കമാലി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കർക്ക്. ഇത് ചില കേന്ദ്രങ്ങളിൽ ചില വൃത്തങ്ങൾക്ക് തീരെ സഹിച്ചില്ല. DR പിഷാരടി അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ ചെയർമാനാവുന്നു എന്നുള്ളത്. അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഈ മുന്നണിയിലുണ്ട്. മാണി ഗ്രൂപ്പുകാർ അടിച്ചിറക്കിയ ഒരു നോട്ടീസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കേരള വത്തിക്കാനിൽ ഹിന്ദു പുരോഹിതനോ ഇതായിരുന്നു. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് അതിലും വലിയ തമാശയാണ്. ഈ മുനിസിപ്പാലിറ്റികൾ വീതം വെച്ച് വന്നപ്പോൾ അങ്കമാലി മുനിസിപ്പാലിറ്റി കോൺഗ്രസ്സിൽ A ഗ്രൂപ്പിന് കിട്ടി. അങ്ങനെ K ബാബുവാണ് ആദ്യമായിട്ട് അങ്കമാലിയിൽ മുനിസിപ്പൽ ചെയർമാനായത്. DR പിഷാരടി ആയിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ വൈസ് ചെയർമാൻ. അങ്ങനെ പ്രധാന പുരോഹിതനും ഉപപുരോഹിതനും ഹിന്ദുക്കളായി എന്നുള്ളതാണ് വേറെ തമാശ. അങ്ങനെ ഒക്കെ വലിയ തമാശകളൊക്കെ ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ട്, പല മുനിസിപ്പാലിറ്റികളിലും ഉണ്ടായിട്ട്. പിന്നീട് ഇദ്ദേഹം ഈ പാർട്ടിയിൽ വളരെ ശക്തമായിട്ട് ഉറച്ചു. പുള്ളി വലിയൊരു സാഹിത്യ ആസ്വാദകനും വായനക്കാരനും ഒക്കെയായിരുന്നു. ചില സാംസ്കാരിക സംഘടനകളൊക്കെ പുള്ളി വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, CSA എന്ന് പറയും. CSAയുടെ വലിയ ഓഡിറ്റോറിയമൊക്കെ ഉണ്ട്. AP കുര്യനാണ് മുൻകൈ എടുത്തത് സ്ഥാപിച്ചത്. അതിൻ്റെ പ്രവർത്തകനായിരുന്നു. പുള്ളി ചില വായനശാലകളുടെയൊക്കെ പ്രധാന ആസൂത്രകൻ സംഘാടകനൊക്കെയായിരുന്നു. അദ്ദേഹം മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ അയൽവാസി കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
വലിയൊരു വായനക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ ജയപ്രകാശ് അങ്കമാലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കവിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു. മകൾ പിറന്നപ്പോൾ എന്നായിരുന്നു കവിതയുടെ ടൈറ്റിൽ. ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അഭിമുഖീകരിക്കാവുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, ഈ സ്ത്രീപീഡനത്തിൻ്റെയൊക്കെ കാലമുണ്ട്. അതോർത്ത് അച്ഛൻ്റെ ഹൃദയം എന്താണ് വേവുന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. ഇത് വായിച്ച് പിഷാരടി വളരെ പ്രകോപിതനായി. ഒരു പെൺകുട്ടി ജനിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ട്? ഇന്നത്തെ കാലത്ത് സോഷ്യലിസം ഉടനെ വരാൻ പോവുകയാണല്ലോ എന്ന രീതിയിൽ പുള്ളി പ്രതികരിച്ചാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുള്ളി ആരാണ് ഈ കവിയെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഇയാൾ അങ്കമാലിയിലല്ല, അങ്കമാലിക്ക് അടുത്ത അകപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു സ്കൂൾ ടീച്ചറുടെ മകനാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ പുള്ളി ആ കവിയെ തന്നെ തള്ളിപ്പറഞ്ഞു. ഇയാൾ അങ്കമാലിയുമായിട്ട് ബന്ധമൊന്നുമില്ല, പേരിൽ അങ്കമാലി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പ്രതികരിച്ചായിട്ട് ഓർക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ പ്രൊഫസർ എസ്.കെ. വസന്തൻ ഉണ്ടല്ലോ, നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ അദ്ദേഹം പണ്ട് അരക്കില്ലം എന്ന പേരിലൊരു നോവൽ എഴുതി. ഇപ്പോൾ അത് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്തതാണ്. അതിൽ സഖാവ് പിഷാരടി ഒരു കഥാപാത്രമായിട്ട് തന്നെ അവതരിച്ചിട്ടുണ്ട്. നിസ്വാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ, ഇടത്തരം നേതാക്കളുടെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷാരടി എന്ന് തന്നെയായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുള്ള ആളാണ്. പിന്നെ പുള്ളിക്ക് എന്ത് പറ്റി എന്നുള്ളതല്ലേ. ഈ 1995-96 കാലത്ത് CPM-ൽ വിഭാഗീയത എന്ന് പറഞ്ഞ സംഭവം ആളിക്കത്തി. നായനാർ ഗ്രൂപ്പ്, VS ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പുണ്ട്. പിന്നീട് VSൻ്റെ പിന്തുണയോടെ നായനാർ തന്നെ മുഖ്യമന്ത്രിയായതോടുകൂടി ഈ നായനാർ ഗ്രൂപ്പ് എന്ന ആ പേരിൻ്റെ പ്രസക്തിയിലുണ്ടായി. പഴയ നായനാർ ഗ്രൂപ്പുകാർ CIDU ഗ്രൂപ്പ് എന്ന പേരിൽ പുനഃസംഘടിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ KN രവീന്ദ്രനാഥ്, MM ലോറൻസ്, AP കുര്യൻ ഇവരൊക്കെയായിരുന്നു. അവർ സംഘടിച്ച് പിന്നീട് 1999 ആകുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പിൽപ്പെട്ടവരെയൊക്കെ മറ്റവർ വെട്ടി നിർത്താൻ തുടങ്ങി. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും VS ഗ്രൂപ്പിന് വലിയ പ്രാമുഖ്യമുണ്ട്. AP വർക്കിയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഗോപി കോട്ടമുറി വന്നു. അങ്ങനെയുള്ള നേതാക്കന്മാർ വളരെ S ശർമ്മ, പിന്നെ AP കുര്യൻ തന്നെ വളർത്തി കൊണ്ടുവന്ന MC ജോസഫൈൻ, ഇവരൊക്കെ VS ലോബിയുടെ പ്രധാന ആൾക്കാരായിട്ട് മാറി. AP കുര്യൻ ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിൻ്റെ വക്കുവരെത്തി. ചെറിയൊരു ഭാഗ്യം കിട്ടി. കാരണം ഈ പുറത്താക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. പിഷാരടിക്ക് ഒരു രക്ഷ കിട്ടിയില്ല, പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം പിന്നെ നമ്മുടെ ചെറിയാനുണ്ടായിരുന്നല്ലോ, BB ചെറിയാൻ്റെ കൂടെ MCPI എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് അവസാനം വരെ ജീവിച്ചു. അദ്ദേഹം എല്ലാ പൊതു പരിപാടികളിലും പുള്ളി ഭാഗവാഹിത്വം വഹിച്ചു. എവിടെയും കാണാം. പഞ്ചായത്ത് ഓഫീസ് വിക്കറ്റിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാവും. CSIയിൽ എന്തെങ്കിലും സാംസ്കാരിക പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. പുള്ളിയുടെ ഒരു ചിരിയുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിക്കാർ പുറത്താക്കിയെങ്കിലും ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കിയാലും ഞാൻ കമ്മ്യൂണിസത്തെ പുറത്താക്കില്ല എന്നുള്ളായിരുന്നു പുള്ളിയുടെ നിലപാട്. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ കാര്യമായി ഒന്നും സമ്പാദിക്കാതെ ഇഹലോകവാസം വെടിഞ്ഞു. കുറച്ച് ദിവസമായി CPM-കാരും CPI-കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി ചേർന്ന് പൊതുപണിമുടക്ക് നടത്തിയ ദിവസമാണ് പിഷാരടി ഇഹലോകവാസം വെടിഞ്ഞത്. അതും ഒരു കൗതുകമായിട്ട് കണക്കാക്കിയാൽ മതി. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഈ ലേബർ കോഡിനെതിരായിട്ട് പാർട്ടി സഖാക്കൾ പണിമുടക്ക് നടത്തുന്ന ദിവസം തന്നെ പിഷാരടിയുടെ കർമ്മം അവസാനിച്ചു. പിന്നെ ഒരു ചെറിയ സംഗതി കൂടി പറയണം. പിറ്റേ ദിവസം ദേശാഭിമാനി ചരമ പേജിലാണെങ്കിൽ പോലും കൊച്ചി എഡീഷനിൽ 5 കോളത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത പ്രസിദ്ധീകരിച്ചു. പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മറ്റ് സഖാക്കളുമൊക്കെ വന്ന് അന്ത്യോപചാരം അർപ്പിച്ചു, രക്തപുഷ്പങ്ങളും അർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോട്ടോയും ഉണ്ടായിരുന്നു ദേശാഭിമാനി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അനുശോചന മീറ്റിങ്ങുകളും 3-4 ഉണ്ടായി. അതിൽ പാർട്ടിയുടെ പ്രതിനിധികൾ പലരും പങ്കെടുത്തു. പഴയകാല സഖാക്കൾ പലരും സഖാവ് DR-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി മരണാനന്തരമാണെങ്കിലും പുള്ളിയെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയില്ല എന്ന ചെറിയ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സഖാവ് പിഷാരടി എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം? നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ചെറു പട്ടണങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സഖാക്കളുടെ അവരുടെ ഒരു പ്രതീകവും പ്രതിരൂപവുമായിരുന്നു സഖാവ് പിഷാരടി. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇദ്ദേഹത്തെ പോലുള്ള സഖാക്കൾ ഞങ്ങളുടെ നാട്ടിൻപുറത്തുണ്ട്.
ആലുവ ടൗണിലുണ്ടായിരുന്നു, അങ്കമാലിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അപൂർവമായിട്ടൊക്കെ ചിലരുണ്ട്. ഇപ്പോൾ അങ്കമാലിയിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ സഖാവ് കുട്ടപ്പൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ അപൂർവം പേരേ ഉള്ളൂ. അപൂർവത്തിൽ അത്യപൂർവമായി തീർന്നിരിക്കുന്ന, അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അവശിഷ്ടമായിരുന്നു സഖാവ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.